ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എന്താ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് അമ്മച്ചിയെ കാണിച്ചുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാൾ ഈ വർഷത്തെ അവസാനത്തെ നോമ്പ് കഞ്ഞിയും വാങ്ങിച്ചുകൊണ്ട് ഉമ്മച്ചി വരുന്നതാണ് കേട്ടോ. വൈകിട്ട് സാധാരണ വാപ്പച്ചിയാണ് വാങ്ങിക്കുന്നത്, പിന്നെ ഇന്ന് തിരക്കായതുകൊണ്ട് ഉമ്മച്ചി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ ആയപ്പോഴും നാളത്തേക്ക് വേണ്ടി പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്നെ സഹായിക്കാനായിട്ട് ഇസുക്കുട്ടി അവിടെ ഉള്ളിയൊക്കെ തൊളിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസു ഇവിടെ വെളുത്തുള്ളിയൊക്കെ തൊളിച്ച് ഇങ്ങനെ ഇരിക്കണേണ്ട. ഇതെല്ലാം ഇസു തൊളിച്ചതാണ്. ഇസു വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കുറേ തൊളിച്ചല്ലേ ഇസുക്കുട്ടി? ഓ, കാണിച്ചു തരാമേ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലാണ് കേട്ടോ. അവിടെ ഓരോരുത്തരും ഓരോ സൈഡിലിരുന്ന് ഓരോരോ പണിയിലാണ്. ഇസുക്കുട്ടി എൻ്റെ കൂടെ തന്നെ അപ്പോഴേ ഇരിക്കുകയാണ് ഉള്ളി തൊലിക്കാനായിട്ട്. ഉള്ളി തൊലിച്ചിപ്പോഴൊന്നും തില്ല. കാരണം എനിക്ക് ഭയങ്കര പാടുള്ള ജോലി എന്ന് വെച്ചാൽ ഈ ഉള്ളി തൊലിക്കണതാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വിശേഷം വരുമ്പം അയ്യോ ചെയ്താലും തീരുവില്ല. എനിക്ക് അത്രയും പാടുള്ള പണി വേറെയില്ല. അതിന് നമുക്കിവിടെ ആട്ടിന് അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മച്ചി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ കഴിക്കും, എന്നാലും ആ കുടലിൻ്റെ കറികളൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഉമ്മച്ചി അവിടെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എന്താണ്, ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, കുക്കിങ് കാര്യങ്ങൾ. ഇന്ന് വൈകിട്ടത്തേക്ക് മതിയല്ലോ, അപ്പോൾ അതും കാര്യങ്ങളും കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് മെയിൻ പരിപാടി എന്ന് വെച്ചാൽ. അങ്ങനെ കുറച്ച് ബീഫും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് രാത്രിയത്തേക്ക് വേണ്ടിയിട്ടാണ്, വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട്. മട്ടൻ നാളെ ബിരിയാണി വയ്ക്കാൻ വേണ്ടിയാണ് രാവിലെ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മുഖമൊക്കെ കുറച്ച് വെളുപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് പാത്തുവിൻ്റെ തന്നെ കുറച്ച് സാധനമൊക്കെ അടിച്ചു മാറ്റി തേച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം പെരുന്നാളൊക്കെ അല്ലേ, നമുക്കിത്തി അടിച്ച് നനച്ച് കുളിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. വെള്ളവും നമുക്ക് ക്ഷാമമാണ് ഗീസ്. വെള്ളം അയ്യോ ചൂടും വെയിലും നമ്മളെ വെള്ളമെല്ലാം വറ്റി നമ്മൾ പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോസിട്ടൊക്കെയാണ് വെള്ളം പിടിക്കുന്നത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മറ്റേ മുൾട്ടാണി മുട്ടിയ ആ സാധനമാണ് കേട്ടോ. പാത്തുവിൻ്റെ ഞാൻ ഇഷ്ടിയതാണ് അതൊക്കെ. അയ്യോ അവിടെ ഇവിടെയൊക്കെ ഒട്ടി പല കളറിലിങ്ങനെ മറ്റേ വെള്ളപ്പാണ്ട് ഒടിച്ചാണൊക്കെ ഇരിക്കുന്നത്. ഈശക്കുട്ടി ഉപ്പച്ചിരി പോകത്തെന്താ ഈശക്കുട്ടി? കുറുവാ സംഘോ എന്നെ കണ്ടിട്ട് കുറുവാ സംഘം പോലെ തോന്നണം. അങ്ങനെ പിന്നെ രാത്രിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് മുല്ലപ്പൂക്ക വാങ്ങിച്ചല്ല പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസം കൊണ്ടവിടെ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ കെട്ടണം, കുറേ സമയം പിടിക്കും കെട്ടി തീരുമ്പോഴത്തേനും. പിന്നെ വലിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഇസുവിനെയും കൊണ്ടിരുത്തുന്നതാണ്. കാരണം ഇസു ഇത് മൊത്തം പിച്ചിക്കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേസ്. അങ്ങനെ മണ്ടയിൽ നമ്മുടെ റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ്, ഈ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനും ഉമ്മച്ചിയും പാത്തും ഇസുമൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഇവിടെയാണ് കിടക്കണം. അവിടെ ഓരോരോ പരമ്പ് വെച്ചിട്ട് ഓരോരോ ഹോസ്പിറ്റലിൽ വാർഡിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ഓരോരുത്തർ കിടക്കും. മണ്ടലത്തെ റൂമിൽ എല്ലാവർക്കും കൂടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കിടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂടുതലും നമ്മൾ അവിടെയാണ് കിടക്കണം. ഇക്ക വരുമ്പോൾ മാത്രമേ താഴെ വന്ന് കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ പൂവൊക്കെ ഈ പെണ്ണ് വന്ന് പിച്ചെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫോണും കൊടുത്ത് അവിടെ കിടത്തിയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ പാത്തോടെ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവിടെ മുല്ലപ്പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം 1 മണി അടുപ്പിച്ചായി. ഇസു ഉറക്കായേ. ഇസു കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് അവൾ ഉറക്കായി. പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കിടന്നത് കേട്ടോ. താമസിച്ച് കിടന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നേരം വെളുത്തു ഗീസ്. ഭയങ്കര ചൂട് കേട്ടോ. മുകളിലാണ് കിടക്കണത്, ഭയങ്കര ചൂടാണ്. എല്ലാ ജനലും ഈ ജനൽ മൊത്തം തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത്. വെളുപ്പാങ്കാലം ആകുമ്പോൾ ഉമ്മച്ചി എണീക്കുമ്പോഴാണ് ഇതെല്ലാം അടച്ചു തരണത്. അതുവരെ നല്ല ആ സമയത്തൊക്കെ നല്ല തണുപ്പടിക്കുമ്പം നല്ല ഇതുമായിരിക്കും കേട്ടോ. നല്ല തണുപ്പ് സുഖമാണ് മൂടിപ്പൊച്ചെടുന്ന് ഉറങ്ങാൻ. അപ്പോൾ ഇസുവിൻ്റെ കലാവിരുതാണ് കിസ്സാച്ചേപ്പര് മൊത്തം കാണുന്നത്. അങ്ങനെ രാവിലെ പള്ളിയിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തനസിൽ കുളിച്ചിട്ട് ഉമ്മച്ചിട്ട് തോർത്തൊക്കെ കൊണ്ട് തലയൊക്കെ തോർത്തി അവിടെ നിൽക്കുകയാണ്.
വാപ്പച്ചിയും പള്ളിയിൽ പോയി. നമുക്കിവിടെ അടുത്ത് മെഗലിൽ പള്ളിയുണ്ട്, അങ്ങനെ അവിടെ താൻസയിൽ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ അതാ കാപ്പിക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒറട്ടയാണ് കേട്ടോ. അപ്പം അതുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഉമ്മച്ചി. അങ്ങനെ ഓരോരോ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം പെരുന്നാളിന് ഇക്ക ഇല്ല, അതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. രാവിലെ ഇക്ക ഇല്ലാതെ, അല്ലെങ്കിൽ ഇപ്പം ഇക്കായും കൂടെ കാണും അങ്ങനെയൊക്കെ ഉള്ള ഒരിത്. അപ്പോൾ ഇപ്രാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒറട്ടിയൊക്കെ കഴിച്ചപ്പോഴത്തേനും ആ സങ്കടമൊക്കെ അങ്ങ് മാറി ഗൈസ്. അങ്ങനെ നല്ല ഒറട്ടിയും ബീഫ് കറിയൊക്കെ രാവിലെ അങ്ങ് കഴിച്ച്. രാവിലെ ഇസു ഉറക്കം എണീക്കുന്ന താമസിച്ച് ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എണീറ്റപ്പോൾ മുതൽ ഇസുവിന് വയ്യ. രാത്രിയിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ കുണ്ടണിയും കാണിച്ച് നടന്ന പെങ്കൊച്ചാണ് കേട്ടോ. രാവിലെ ആയപ്പോഴത്തേനും ഇത് കിടപ്പണ്ട. എണീറ്റപ്പോഴേ തൊണ്ടവേദനയെന്ന് പറഞ്ഞ് ഛർദിൽ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ മരുന്നൊക്കെ കൊടുത്തങ്ങ് കിടത്തിയേ. എൻ്റെ തോളിൽ തന്നെ കിടക്കുകയാണ്, താഴെ ഇറങ്ങണേ ഇല്ലായിരുന്നു. ആരെ വിളിച്ചിട്ട്, ഉമ്മച്ചി വിളിച്ചിട്ട് ആ പാത്ത് വിളിച്ചിട്ട് ഒന്നും പോകുന്നില്ല. ആകെ നിർബന്ധത്തിലാണ്. വയ്യാതായ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് കുറച്ച് കാപ്പി കൊടുത്തു വിടാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് തൻസലും സുവിയാനും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പം സുവിയൻ കണ്ടില്ലായിരുന്നു. ലാസ്റ്റാണ് ഞാൻ വീഡിയോ എടുക്കണ കണ്ട് തിരിഞ്ഞ് നോക്കിയിട്ട് പോണത്. പിന്നെ ഇതാ ബിരിയാണിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ അങ്ങനെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. കാരണം ഒന്നാമത് ഇസുവിന് വയ്യ. പിന്നെ സാധാരണ ഇക്കായാണ് എനിക്ക് വീഡിയോ എടുത്ത് തരണത്. അപ്പോൾ ഇന്നിപ്പോൾ ഇക്കായും ഇല്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് വീഡിയോ എടുക്കാനേ തോന്നിയില്ല. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. ഇത് തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ വേറെ എങ്ങും പോയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിസുവിന് വയ്യാത്തതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ ഡോക്ടറില്ല. അങ്ങനെ തിരിച്ചു വന്ന് പനിയുടെ മരുന്നൊക്കെ കൊടുത്ത് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ വീട്ടിലെ പരിപാടി. പിന്നെ അപ്പുറത്ത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കില്ല. അപ്പോൾ അതിൻ്റെ പൊങ്കാല ആയതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് പൊങ്കാല പായസം നമ്മൾ ചോറുകൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ പൊങ്കാല പായസമൊക്കെ തന്നെ എൻ്റെ ഫേവറേറ്റാണ്. അത് പാൽ പായസം, ഇത് മറ്റേ നമ്മൾ സാധാ പൊങ്കാല പായസം. ഈ പായസം എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് എൻ്റെ പങ്ക് അവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി ഇത് ഞാനും കൂടെ കഴിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ ഇപ്രാവശ്യം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം പനിയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗെയ്സ്. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.